ഹലോ, അസ്സലാമു അലൈക്കും. മഞ്ചേരിത്തെ വീട്ടിലാണ് കേട്ടോ. ഈ പറമ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ മുന്നേ ഞാനിട്ട് വീഡിയോസിലൊക്കെ ഈ പറമ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പറമ്പിലിരുന്നിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റാതായി, വ്യൂസും കുറഞ്ഞു, നമുക്കതിനോടുള്ള താല്പര്യവും കുറഞ്ഞു. അങ്ങനെ മൊത്തം കുളമായി, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ പുതുതായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ മഞ്ചേരിത്തെ വീട്ടിലാണ്. 4-5 ദിവസമായി വന്നിട്ട്. വ്യാഴാഴ്ച വന്നതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളവിടെ ഇങ്ങനെയൊക്കെ ഒരു പ്രദേശമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ എടക്കര ഭാഗത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ കശുമാവിൻ്റെ തോട്ടങ്ങളായിരുന്നു. ഇങ്ങനെയായിരിക്കും പിടിച്ച് തൂങ്ങിക്കയറാൻ. പക്ഷേ അന്നൊന്നും ഇത്ര ചൂടുണ്ടായിരുന്നില്ല കേട്ടോ. എത്ര വലിയ നട്ടുച്ചക്ക് വന്നാലും നമ്മൾ ഇങ്ങനെ കശുവണ്ടി പൊറുക്കാൻ വരുന്ന സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും. പക്ഷേ ഇത്ര ചൂടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞാൽ രാവിലെ ഒരു 10 മണി ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റണില്ല. പക്ഷേ എന്താ പറയുക, അന്ന് നല്ല സുഖമായിരുന്നു. അന്ന് കുട്ടികൾ കൂടുതലും ഈ നട്ടുച്ചക്ക തന്നെ കളിക്കുക. ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഇതുപോലുള്ള താഴ്ന്ന കൊമ്പുകളുണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ച് കയറിയിട്ടും തൂങ്ങിയിട്ടും ഒക്കെ കേട്ടോ. ഇത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാണാത്തൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതങ്ങനെ ചാടിക്കിടന്നേ കണ്ട എന്തോരണ്ടെന്നറിയോ. ഇതങ്ങനെയൊന്നും കാണാറില്ല. കാരണം എല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ. 2-3 കളറിൽ. സത്യം പറഞ്ഞാൽ ഞാനും ഇതൊക്കെ കണ്ടിട്ട് സംഭവം ഇങ്ങനത്തേലാണ് വളർന്നിട്ടുള്ളത്. ദേഷ്യമായിരുന്നു, ഇത് കാണതേ വെറുപ്പായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതാ 2 കളറിൽ കിടക്കണം. കണ്ടോ, ഈ കളറും ഇതിനെ നമ്മൾ കഴിക്കുകയും ചെയ്യുക. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് കാണിച്ചത് തിന്നാൻ പറ്റുമോ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കണത്, ഇതെന്താ സാധനം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒക്കെ പെറുക്കി സ്കൂളിട്ട് വന്നാലൊക്കെ ഓടിപ്പോയി ഇത് പെറുക്കാം വല്യമ്മ ഓടിച്ചു വിടും. ആ വല്യമ്മയാണ് ഇപ്പോൾ മരിച്ചത് കേട്ടോ. എന്താ അങ്ങനെ ഈ പറമ്പൊക്കെ ഇവിടെ മൊത്തം ഇങ്ങനെ കാലിപ്പറമ്പാട്ടോ, ഒന്നുമില്ല. കശുവണ്ടി ഉണ്ട് അല്ലാതെ. പിന്നെ അവിടെ ഇവിടെ കുറേ തെങ്ങുണ്ട്. മൊത്തം ചാടിക്കിടക്കുക. ആരും പെറുക്കാനൊന്നും വന്നിട്ടില്ല. നമ്മളിവിടെ അതിരൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ വരെ നമുക്കുള്ളൂ. ഒക്കെ അലങ്കോലായി കിടക്കണം, മൊത്തം അലമ്പായി കിടക്കുക. പണ്ട് കാലത്തായിരുന്നു ഇങ്ങനെയൊക്കെ കിടന്നിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് 5 സെൻറ്റ് ആണെങ്കിലും മതിൽ കിട്ടുമല്ലോ. പക്ഷെ ഇപ്പം അതൊന്നും ഇവിടെ ഈ പരിസരത്തൊന്നും അങ്ങനല്ല കേട്ടോ. അതൊരു നാട്ടിൻപുറമാണ്. ഞാൻ അവിടുത്തെ അങ്ങാടിപ്പുറത്ത് ഞാൻ ചെയ്യണം അതേപോലെ ഇവിടെയും വന്നിട്ട് കുറേ ചെടിയും ഇതൊക്കെ കുഴിച്ചിട്ടുണ്ട്. ഉള്ളതൊക്കെ ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എവിടെ ചെന്നാലും ഇതന്നെയാണ് പണി. ഇനിയിപ്പോൾ ഏട്ടത്തിൻ്റെ കൂടെ ചെന്നാൽ അവിടെ ഇതുപോലെ ചെയ്യും കേട്ടോ. ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവൾക്ക് കുറച്ച് ചെടി. അവൾ പിന്നെ നനക്കാൻ മടിച്ചല്ല. ഇവർ നനക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കേണ്ട ചെടിയാണ് ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഇവിടെ ആകുമ്പോൾ അവർക്ക് നനക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഭാഗത്തേക്ക് പോകേണ്ടി പറഞ്ഞിട്ട് ഉമ്മയും മറ്റുള്ളൊക്കെ കള്ളന്മാരാണ്, നനക്കൂല. അപ്പോൾ വാടിപ്പോവും. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും കേട്ടോ. കറിവേപ്പില വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും എനിക്ക്. അലങ്കോലപ്പെട്ടെടുക്കും. ഉമ്മാക്ക് സുഖമില്ലാത്തതിന് ശേഷം പറമ്പും തോടിയൊക്കെ ഇങ്ങനെയാണ്. കൂടുതൽ പണിയെടുക്കാൻ അപ്പോൾ ഉമ്മാക്ക് പറ്റില്ല. 3ാമത്തെ ബൈപ്പാസിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം നമുക്ക് അധികം പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങണമുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ്. അങ്ങാടിപ്പുറത്തിനേക്കാളും കൂടുതൽ ചൂടുണ്ട് തോന്നുന്നു ഇവിടെ. അതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കുന്നതും ഇന്ന് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. എന്നും ഇരുന്ന് കിടന്ന് ഉറങ്ങുകയുണ്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഒന്ന് എല്ലാവരും കൂടിയപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്താണ് കംപ്ലീറ്റ് അടുക്കളൻ്റെ കൺട്രോളിങ് കേട്ടോ. അങ്ങനെ ഭക്ഷണ വായ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കാടുകൾ കണ്ടു കഴിഞ്ഞാൽ ആഫ്രിക്കൻ കാടുകൾ, ആമസോൺ കാടുകളൊന്നും അല്ല കേട്ടോ. അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം കാടും ഇത് പറമ്പാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. ദിയമോളിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്രത്യേകത കേട്ടോ. ഷാവലിലൊക്കെ കൊണ്ട് കുറേ ഫോട്ടോസ് എടുപ്പിക്കും. ഇതന്നെ പണി, ഫോട്ടോ ഷൂട്ടിങ്. മക്കളിതിലങ്ങനെ നടക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ വേറെ ഒരു ക്യാമറമാൻ ലാമി. ഇമ്മച്ചാ അത് ചെരുപ്പില്ലടി ദിയാ. ഓ വണ്ടി വരണ്ട്. അവിടുന്ന് ഓടിയാണ്ടടി.
അതന്നെ ഞാൻ ചോദിച്ചേ, എന്താ ചുണ്ട് ഇങ്ങനെ വെറ്റിലെന്നാണ്ട് മുറുക്കിയ മാതിരി ഒരു കളറ്. തേക്കാൻ പാടില്ല കേട്ടോ മച്ചാ. എമിക്കുട്ടാ, എമിയെ എന്താ പണി? എമിയെ ആര് വണ്ടിയോ? ടൈൽസ് കൊടുത്ത ചോട്ടോ കളറാണ്. ടൈൽസ് ഗ്രാനൈറ്റും. ഇവിടെ റെക്സിനാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. നന്നാക്കിയിട്ടില്ല അതൊന്നും കേട്ടോ. അപ്പം അതിനുള്ള സാധനങ്ങളോടെ കൊടുന്ന് വെച്ചിട്ട് ഈ കളറും പിന്നെ അവിടെ ഈ കളറൊക്കെ ഇട്ടു. ഈ മണ്ണിൽ കളിക്കലടാ. ഹായ് അബ്ബേ, കണ്ണക്ക് സുഖാണോ ചോക്ക്? എമേ സുഖാണോ ചോക്ക്? ബാ എമ്മി വാ, നീ എമ്മിയോട് ബാ. പടച്ചോനെ എന്താ കൊടുത്ത് ഒരുപാട് ദൂരത്ത് പോലെ എബിയെ. ഇങ്ങോട്ട് 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 അടിക്കോ. എമ്മി വീയുമല്ലോ. അല്ലോ എങ്ങട്ടാടാ? എറിയാനാണ് പോണ്. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഇതിപ്പോൾ ഏത് ഫോറസ്റ്റിലാണ് ഇതൊക്കെ കണ്ടോ. പക്ഷെ ഇത് കൊഴിഞ്ഞ പറമ്പുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ വിജനമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. മഴക്കാലത്ത് ഒന്നും കൂടിയും കാട് പൊങ്ങും കേട്ടോ. വേനലായതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഉണങ്ങിയിട്ടൊക്കെ നിൽക്കുന്നത്. ഭയങ്കര ചൂടാട്ടോ. എന്നാൽ പിന്നെ കാറ്റും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവരൊക്കെ ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ പഴയ ആളുകളൊന്നും ഇപ്പോൾ നമ്മളെ വീഡിയോസ് കാണാൻ ടൈമില്ലാഞ്ഞിട്ടാണോ ഇനി അവർക്ക് നോട്ടിഫിക്കേഷനൊന്നും ചെല്ലണില്ല, ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.